ശലഭം പാർട്ട് 32. ശ്രീകാന്തിനെ അവിടെ കണ്ടതും ചെറിയമ്മ പെട്ടെന്ന് തിരിഞ്ഞു പോകാൻ നിന്നതും അവിടെ നിന്നേ, ഇനി ഞാനൊന്ന് പറയട്ടെ. ശ്രീകാന്തിന്റെ സംസാരം കേട്ടതും അവർ അതുപോലെ അവിടെ നിന്നു. അവൾ എപ്പോ എണീക്കണം, എന്ത് ധരിക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കേണ്ടത്? എന്നോടുള്ള ദേഷ്യം എൻ്റെ ഭാര്യയോട് തീർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു ആർക്കും പന്ത് തട്ടാൻ വേണ്ടിയല്ല ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന്. പിന്നെ ഒരു കാര്യം, എന്നോടുള്ള വിശ്വാസം എൻ്റെ അമ്മക്ക് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോഴും ഇവരുടെ അടിമ പോലെ ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അതുപോലെ ഇവരുടെ അടിമയാകാൻ എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. സ്വന്തം മോനോടില്ലാത്ത വിശ്വാസം ഇവളോടുണ്ടാകുമെന്ന തോന്നലും എനിക്കില്ല. ശ്രീകാന്ത് കട്ടിപ്പിച്ച് പറഞ്ഞത്. മോനെ, എന്തൊക്കെയാ നീ പറയുന്നേ? ഞാൻ നിന്റെ അമ്മയാണ് മോനെ. ഇന്നലെ ഇവൾ ഇങ്ങോട്ട് വന്നത് മുതൽ എന്നോടുള്ള ദേഷ്യം ഇവളോട് തീർക്കുന്നത് നിങ്ങൾ കാണാഞ്ഞിട്ടാണോ? പണ്ട് ഞാൻ കരഞ്ഞു പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചോ? ഇല്ല. അന്ന് ആ വാ ഒന്ന് തുറന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ ആവില്ലായിരുന്നു. ആ അമ്മക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു. നീലി ഒന്നും മനസ്സിലാവാതെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. നീ ഇവിടെ കിടന്ന് വലിയ ഡയലോഗൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഈ കുടുംബത്തിന്റെ കണ്ണീര് ഇതുവരെ തോർന്നിട്ടില്ല. അമ്മായി വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു. ഓഹോ, ആ കണ്ണീർ തന്നെയാണ് കുറച്ചു ദിവസമായി നിങ്ങളുടെ 3 പേരുടെയും പരദൂഷണം പറഞ്ഞുള്ള ആ ചിരിയിൽ അല്ലേ? അത് കേട്ടതും അപ്പൊ ഒന്ന് ചിരിച്ചതും എല്ലാവരും കൂടെ അവനെ ഒരു നോട്ടം. നീലി, വാ, അമ്പലത്തിലേക്കൊന്ന് പോയിട്ട് വലിയ മുത്തശ്ശന്റെ അടുത്തേക്ക് പോകാം. അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവനത് പറഞ്ഞതും ആരും ഒന്നും മിണ്ടിയില്ല. 2 പേരും അങ്ങനെ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പെങ്കോന്തൻ ആ പെണ്ണിന്റെ മൂടും പിടിച്ച് നടക്കട്ടെ, അമ്മായി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഓ, അവനല്ലേ ആദ്യമായിട്ട് പെണ്ണ് കെട്ടുന്നേ. ചേട്ടനുള്ളപ്പോ ഇതൊന്നും പറയാൻ അറിയില്ലല്ലോ, എന്നിട്ട് പോയിട്ട് പരദൂഷണം പറയുന്നു. കഷ്ടം. അമ്മ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ഡി ഡി ഡി, നിന്റെ നാവ് അടക്കി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയമ്മ തീശത്ത് പറഞ്ഞതും. നിങ്ങൾക്ക് എന്തും ചെയ്യാം, കാണിക്കുന്നതിൽ തെറ്റില്ല അല്ലേ? എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഇന്ന് വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് പോകും. അമ്മ വരുന്നുണ്ടെങ്കിൽ വാ. കുട്ടൻ ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ പോയതും. അത് അമ്മക്കും കൂടെ ഉള്ളതാണ്. ഞാനും ഇന്നിറങ്ങും, എനിക്ക് ജോലിക്ക് പോകേണ്ടതാണ്. സഞ്ജു അത് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ശ്രീയുടെ അമ്മ വന്ന് പാടവരമ്പിലേക്ക് ഒന്ന് നോക്കി. അവർ പോകുന്നത് ഒരു വേദനയോടെ നോക്കി അകത്തേക്ക് കയറാൻ നിന്നതും. അമ്മായി, നിങ്ങൾക്ക് ഒരു വട്ടമെങ്കിലും അവന് വേണ്ടി സംസാരിക്കാമായിരുന്നു. അന്ന് വലിയ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് അവനെ മനസ്സിലാക്കിയത്. ബാക്കിയുള്ളവരെല്ലാം കൊലയാളിയാക്കി മുദ്ര കുത്തി. ആ പോലീസ് അവനെ കൊണ്ടുപോകാൻ നേരത്ത് അവൻ കുറ്റം ചെയ്തോ എന്ന് നിങ്ങളോട് ചോദിച്ചപ്പോ നിങ്ങൾ അവനെ സഹായിച്ചില്ല, മനസ്സിലാക്കിയില്ല. കുറ്റം ചെയ്ത് കാണുമെന്ന് നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ അന്ന് മുതൽ ഇപ്പോൾ വരെ അവന് പുറത്ത് കാണിക്കുന്ന ആ ദേഷ്യം നിങ്ങൾ കാണുന്നില്ലേ? ഉള്ളിലെ സങ്കടമെല്ലാം ദേഷ്യമായിട്ടാണ് അവൻ പ്രകടിപ്പിക്കുന്നത്. ഞങ്ങളുടെ അമ്മ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും പോലും വാദിച്ച് അതില്ലെന്ന് വരുത്താറുണ്ട്. പക്ഷേ അവൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്നും ചെയ്തില്ല. ആ നീലിക്ക് വേണ്ടിയെങ്കിലും നിങ്ങളൊന്ന് സ്ട്രോങ് ആയി നിൽക്ക്. കുട്ടൻ പറയുന്നതെല്ലാം കേട്ട് കണ്ണടച്ച് അവർ അകത്തേക്ക് പോയി. കുട്ടൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അറിഞ്ഞോ അറിയാതെയോ ആ തെറ്റ് ചെയ്തത് ഞാനായിരുന്നു, പക്ഷേ എല്ലാം അനുഭവിച്ചത് അവനാണ്. കുട്ടൻ മനസ്സിലത് ആലോചിച്ച് നിന്നു. കൈക്ക് മക്കളെ, മതി മുത്തശ്ശി, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടിയാ ഞാനിന്ന് സദ്യ ഉണ്ടാക്കിയത്. കൈക്ക്. മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ ശ്രീകാന്തിനെയും നീലിയെയും ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. മോളിനി എന്നാ കോളേജ് പോകുന്നേ? ഇവളെയും കൊണ്ട് ഒന്ന് ചുറ്റി കറങ്ങാൻ പോകണം. അതിനുശേഷം ഒരുമിച്ച് കോളേജിൽ പോകാമെന്ന് വിചാരിച്ചു. അത് കേട്ടതും നീലി കണ്ണൊക്കെ വിടർത്തി അവനെ നോക്കുന്നുണ്ട്. അത് നന്നായി മോനെ, മോൾക്ക് അങ്ങനെ യാത്ര ചെയ്തൊന്നും ശീലമില്ലല്ലോ. അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. അതും പറഞ്ഞ് അവൻ എണീറ്റ് കൈ കഴുകി അവൻ്റെ കൂടെ തന്നെ മുത്തശ്ശനും ഇറങ്ങി. നീലിയെ എണീപ്പിക്കാതെ മുത്തശ്ശി കഴിപ്പിക്കുന്നുണ്ട്.
മോളെ, അവിടെ എൻ്റെ കൊച്ചുമോള് സന്തോഷത്തിലാണോ? അത് കേട്ടതും കൈക്കുന്നത് നിർത്തി മുത്തശ്ശി ഒന്ന് നോക്കി. അവൾ ഒരു പുഞ്ചിരിയോടെ ഒന്ന് തലയാട്ടി. മോളെ, എന്തുണ്ടെങ്കിലും ഈ മുത്തശ്ശിയോട് പറയണം. എൻ്റെ കുഞ്ഞ് ഇനിയും വേദനിക്കാൻ പാടില്ല. ശ്രീമോൻ്റെ അമ്മ ആളൊരു പാവമാ. അതിനവിടെ അമ്മായിമാരെല്ലാം കൂടുമ്പോൾ ഒന്ന് വട്ടം തിരിക്കാറുണ്ട്. അപ്പോഴേക്കും ആ അമ്മക്ക് തുണയായി എൻ്റെ മോള് നിൽക്കണം. നിനക്ക് എന്ത് വന്നാലും തുണയായി ആ അമ്മ കാണും മോളെ. നല്ല സ്നേഹമുള്ള കുട്ടിയാ ആ അമ്മ. അത് കേട്ടതും നീലി ഇന്ന് ശ്രീകാന്ത് വീട്ടിൽ വെച്ച് അവരോട് പറഞ്ഞതെല്ലാം ഓർത്തു. മോൾ എന്താ ആലോചിക്കുന്നേ? അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. അവളും എണീറ്റ് കൈ കഴുകി മുത്തശ്ശിയുടെ കൂടെ പുറത്ത് തിണ്ണയിലിരുന്നു. മോളെ, ഓരോ ഘട്ടം കഴിയുമ്പോഴും പുതിയ പുതിയ ആളുകളെ നമുക്ക് കാണേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. എല്ലായിടത്തും ഒരുപോലെ പതറാതെ നിൽക്കണം. ഇപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞാൽ പുതിയ വീട്, പുതിയ ആളുകളെല്ലാം ആകും. നിനക്കെല്ലാം അറിയുന്നവരാണ് എന്നത് ശരിയാ. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നമ്മളൊന്ന് മുതിർന്ന കുട്ടികളായി. അവിടെ പോയി നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മുതിർന്ന ഒരാളെ പോലെ ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്. നേരത്തെ എണീറ്റ് കുളിക്കണം, പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കണം, അടുക്കളയിൽ പോയി അവരെയെല്ലാം എൻ്റെ മോളൊന്ന് സഹായിക്കണം. അത് കേട്ടതും ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം അവൾക്ക് ഓർമ്മ വന്നു. നീലി മുത്തശ്ശി പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ വീട്ടിലെ ഓരോ അവസ്ഥയും ആലോചിക്കുകയായിരുന്നു. നീലി, അപ്പോഴാണ് അങ്ങോട്ട് ബാമ വരുന്നത്. ബാമയെ കണ്ടതും നീലി ചാടി എണീറ്റു. ഇന്നലെ അങ്ങ് കണ്ടതാണെങ്കിലും ഒരുപാട് മിസ് ചെയ്തുട്ടോ. ബാമ അത് പറഞ്ഞതും, എന്തായാലും മക്കൾ സംസാരിക്ക്, ഞാനൊന്ന് പാടം വരെ പോയിട്ട് വരാം. മുത്തശ്ശി അവിടെ നിന്നും പോയതും, ഡി, ആ അമ്മായിമാരാരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അതിന് മറുപടിയായി നീലി ഒന്നും മിണ്ടിയില്ല. നീ ഇതിന് മറുപടി തരില്ല. എനിക്ക് അവിടെ നടക്കുന്നതെല്ലാം കൃത്യമായി പറഞ്ഞു തരാൻ അവിടെ ആളുണ്ട് മോളെ. അത് കേട്ടതും നീലി ആരെന്ന പോലെ അവളെ നോക്കി. നിന്റെ നാത്തോൻ തന്നെ അമ്മു. പിന്നെ ഒരു കാര്യം, ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ആംഗ്യം കാണിച്ചോ ഇല്ലെങ്കിൽ മുഖത്ത് തീശോ പുച്ഛം വരുത്തിയാണെങ്കിലും മറുപടി നൽകണം. നൽകിയേ പറ്റൂ. അവരുടെ സ്വഭാവം എനിക്കറിയാത്തതൊന്നുമല്ലല്ലോ. നീലി അതെല്ലാം കേട്ടിട്ടും ഒന്നും പറഞ്ഞില്ല. നീലി, എനിക്ക് വലിയൊരു പണി വരുന്നുണ്ട്. അതറിഞ്ഞതു മുതൽ നിന്നെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുക. ഇതാരോടെങ്കിലും ഒന്ന് പറയണ്ടേ? നീലി കൈകൊണ്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇന്നലെ കല്യാണത്തിന് വന്ന അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോന് എന്നെ കണ്ടപ്പോൾ ഇഷ്ടമായി എന്ന്. കല്യാണം ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചു. അച്ഛനാണെങ്കിൽ അത് ഇന്നലെ രാത്രി വീട്ടിൽ പറഞ്ഞു. എല്ലാവർക്കും അവരെ അറിയാം, അവരെല്ലാം ഹാപ്പിയാ. അച്ഛനാണെങ്കിലോ ഉറപ്പിച്ച പോലെയാണ്. ബാമയുടെ മുഖത്തെ ആ സങ്കടം നീലി ശ്രദ്ധിച്ചു. നീലി ബാമയുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് സഞ്ജു ചേട്ടനെ ഇഷ്ടമാണോ ബാമേ? അത് കേട്ടതും ബാമയൊന്ന് ദൂരത്തേക്ക് നോക്കി ഒന്ന് മൂളി. എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. എന്നെ തിരിച്ചിഷ്ടമാണോ എന്ന് എനിക്കറിയില്ലല്ലോ. ഒരു പക്ഷേ ആയിരിക്കില്ല. പുറത്തൊക്കെ പോയി പഠിച്ചതല്ലേ, ഒരു പക്ഷേ ഗേൾ ഫ്രണ്ടും കാണും. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. എത്ര മറന്നു എന്ന് പറഞ്ഞാലും ഉള്ളിലെവിടെയോ ആ ഇഷ്ടമുണ്ട്. കല്യാണം എന്ന വിഷയം കേട്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് അവനെയാണ്. അതും പറഞ്ഞ് ബാമ നിർവികാരത്തോടെ ഇരുന്നു. നീലി അവളുടെ കയ്യിൽ പിടിച്ചു സമാധാനിപ്പിച്ചു. നീലി, അച്ഛൻ എന്നോട് ഇന്നലെ ചോദിച്ചു നമുക്ക് കല്യാണം ഉണ്ടാക്കിയാലോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുവല്ലേ, അത് കഴിഞ്ഞിട്ട് മതിയെന്ന്. പക്ഷേ അച്ഛൻ പറയുന്നത് നീലിയുടെ കഴിഞ്ഞില്ലേ, പിന്നെന്താ പ്രശ്നം എന്നൊക്കെ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. പക്ഷേ അവരെല്ലാം പറയുന്നത് അവനൊന്ന് വന്ന് കണ്ടു പോയിക്കോട്ടെ എന്നൊക്കെയാ. ഞാൻ എന്താ ചെയ്യാ നീലി? പെട്ടെന്ന് ബാമ അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയതും നീലി ഒന്ന് ഞെട്ടി. നീലിയുടെ കണ്ണും നിറഞ്ഞിരുന്നു. ബാമയെ ഇങ്ങനെ നീലി ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അപ്പോഴാണ് ഒരു ചുമ കേൾക്കുന്നത്. അത് കണ്ടതും രണ്ടുപേരും കണ്ണൊക്കെ തുടച്ച് നേരെയിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശിയും മുത്തശ്ശനും ശ്രീകാന്തും അവിടെ എത്തിയിരുന്നു. ബാമമ്മോളാണോ നീലിക്ക് കൂട്ട്? മുത്തശ്ശൻ അത് ചോദിച്ചതും അവളൊന്ന് ചിരിച്ചെന്ന് വരുത്തി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നാളെ ഒരിടം വരെ പോകാനുണ്ട്. ശ്രീകാന്ത് അത് പറഞ്ഞതും എന്നങ്ങനെ ആവട്ടെ മക്കളെ. അത് കേട്ടതും ബാമ നിസ്സഹായാവസ്ഥയോടെ നീലിയെ നോക്കി. നീലിയും എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ നോക്കി. ബാമ, നീയും നീലിയുടെ കൂടെ വീട്ടിലേക്ക് വരുന്നോ? നല്ല രീതിയിലുള്ള ശ്രീയുടെ ചോദ്യം കേട്ട് ബാമ ഞെട്ടിക്കൊണ്ട് ശ്രീയെ നോക്കി. അവൾ അതേ ഞെട്ടിൽ തന്നെ ഇല്ലെന്ന് തലയാട്ടി.
എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അത് കേട്ടതും നീലിയും അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി. ശ്രീകാന്തിൻ്റെ കൂടെ മുന്നോട്ട് നടക്കുമ്പോഴും നീലി തിരിഞ്ഞ് ഭാമയെ നോക്കി. അവർ നടന്നു പോകുന്നത് അങ്ങനെ നോക്കി നിന്ന് പെട്ടെന്ന് ഭാമ അവിടെ നിന്നും ഇറങ്ങി. എന്നാ പിന്നെ വരാം മുത്തശ്ശി. അവൾ അതും പറഞ്ഞ് ധൃതിയിൽ പാടവരമ്പിലൂടെ നടക്കുമ്പോൾ ശ്രീയേട്ടൻ ഇത് എന്ത് പറ്റി? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത്. ഗൗരവത്തിലല്ലാതെ കാണാറേ ഇല്ല. ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചോ? ഷെടാ, അവരുടെ സങ്കടമെല്ലാം പറഞ്ഞു തീർന്നോ എന്ന് ചോദിക്കാമായിരുന്നു. എൻ്റെ സങ്കടം പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ അതെല്ലാം മറന്നുപോയി. അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചായിരുന്നു ഭാമ വീട്ടിലേക്ക് പോയത്. തുടരും. കഥ ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.